ഹായ് ഹലോ എല്ലാവർക്കും AGR ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരു സോപ്പാണ് കേട്ടോ ഇത്. സോപ്പ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്തൂരി മഞ്ഞളുണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫ്രഷ് ജ്യൂസ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. കുറേ നാളായിട്ട് ഇങ്ങനെ അന്വേഷിക്കുന്നു ഫ്രഷ് ആയിട്ടുള്ള കസ്തൂരി മഞ്ഞൾ. അപ്പോൾ എന്തായാലും സംഭവം കിട്ടിയിട്ടുണ്ട്. ആ ഒരു സോപ്പാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ വെയ്റ്റ് മെഷീനും അതിൻ്റെ മുകളിലേക്ക് പാത്രം വെച്ചിട്ടുണ്ട്. പാത്രത്തിൻ്റെ വെയിറ്റ് മൈനസ് ആക്കിയതിന് ശേഷം നമ്മൾ പിടുത്തിരിക്കുന്നത് പാരബൺ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഗ്ലിസറിൻ്റെ ബേസ് ആണ് കേട്ടോ. ബേസ് ഒരു 500 ഗ്രാം എടുത്തിട്ടുണ്ട്. കറക്റ്റ് 500 ഗ്രാം അല്ല, ഒരു 7 ഗ്രാം കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ എപ്പോഴും ചെയ്യാറുള്ള രീതിയിൽ ഡബിൾ ബോയിൽ മെത്തേഡ് പ്രകാരമാണ് മെൽറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വെള്ളമൊക്കെ ചൂടായിട്ടുണ്ട്. ആ ചൂടായിരിക്കുന്ന വെള്ളത്തിലേക്ക് ആ ഒരു ബേസ് ഉണ്ടല്ലോ അതുകൂടി ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അവിടെ ഇരുന്ന് മെൽറ്റ് ആവണ നേരം കൊണ്ട് ബാക്കിയുള്ള അതിലോട്ട് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ കസ്തൂരി മഞ്ഞൾ, ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണ്. കുറേ നാൾ മുന്നേ ഞാൻ അതിൻ്റെ പൗഡർ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഒരു മഞ്ഞ കളറിലാണ് കേട്ടോ, നമ്മൾ സാധാ മഞ്ഞളുടെ സോപ്പ് ഉണ്ടാക്കില്ല ആ ഒരു കളറിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള മഞ്ഞൾ കിട്ടിയപ്പോൾ അത് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിന്നൊരു 3-4 കഷ്ണം ഞാൻ എടുത്തിട്ട് അതിൻ്റെ തോലൊക്കെ റിമൂവ് ആക്കിയതിന് ശേഷം ചെറിയ പീസുകളായിട്ട് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അത് ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റുന്നുണ്ട്. ഇതിലേക്ക് നമുക്കൊന്നല്ലെങ്കിൽ റോസ് വാട്ടറോ അല്ലെങ്കിൽ DM വാട്ടറോ ചേർത്തിട്ട് അടിച്ചെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതിന് പകരം നമുക്ക് കറ്റാർവാഴയുടെ ജെല്ലാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് റോസ് വാട്ടറും കൂടെ ആഡ് ചെയ്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ അരച്ചെടുത്ത ആ ഒരു കൂട്ടാണിത്. ഇനി ഇതൊന്ന് ഒരു അരിപ്പയിലോ അല്ലെങ്കിൽ നല്ലൊരു കോട്ടൺ തുണിയിലോ ഇട്ട് അരിച്ച് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. അങ്ങനെ കിട്ടിയേക്കുന്ന ഒരു ജ്യൂസാണ് ഇത്. അപ്പോൾ ഇനി നമുക്കതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കാം. 500 ഗ്രാം ബേസിലോട്ട് വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ജ്യൂസ് ഒരു 21 ഗ്രാമിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട്. മുഴുവൻ ജ്യൂസും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഇനി ചേർക്കാനായിട്ട് പോകുന്നത് വൈറ്റമിൻ ഇയുടെ ഓയിലാണ്. ഈ ഒരു ഓയിലിന് പകരം നമുക്ക് ക്യാപ്സ്യൂൾ മേടിക്കാൻ കിട്ടും. അതാണെങ്കിലും ഒരു 5 എണ്ണമൊക്കെ ചേർക്കാം. ഓയിൽ ഇപ്പോൾ ഞാനൊരു 1 ഗ്രാമിൻ്റെ അടുത്ത് ചേർത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ചേർക്കാനായിട്ട് പോകുന്നത് വെജ് ഗ്ലിസറിനാണ്. ഗ്ലിസറിൻ ഇതിലേക്കൊരു 2 ഗ്രാം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗ്ലിസറിൻ ബേസാണ് എങ്കിൽ കൂടി കുറച്ച് ഗ്ലിസറിനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് ഇതിലേക്ക് അലോവേരയുടെ ജെല്ലാണ് ചേർത്ത് കൊടുക്കുന്നത്. ജെല്ല് 1 ഗ്രാമിൻ്റെ അടുത്താണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കറക്റ്റ് 1 ഗ്രാം ഇതിൽ അറിയാനായിട്ട് പറ്റത്തില്ല. ഏകദേശം 1 ഗ്രാമിൻ്റെ അടുത്ത് അലോവേരയുടെ ജെല്ലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഇതിലോട്ട് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കസ്തൂരി മഞ്ഞളിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇതിൽ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഈ മുഖത്ത് വരുന്ന മുഖക്കുരു, അതുപോലെ തന്നെ അതിൻ്റെ പാടുകൾ, കരുവാളിപ്പ് ഇതെല്ലാം റെഡ്യൂസ് ചെയ്യാനായിട്ട് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനൊരു ഗ്ലോ ചെയ്യാനായിട്ടും ഈ ഒരു കസ്തൂരി മഞ്ഞളൊക്കെ വളരെയധികം നല്ലതാണ് കേട്ടോ. അങ്ങനെ നല്ല രീതിയിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട്. മിക്സാക്കി കഴിയുമ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ആ നേരം കൊണ്ട് സോപ്പിൻ്റെ ബേസ് നല്ല രീതിയിൽ മെൽറ്റായിട്ടുണ്ട്. ആ മെൽറ്റായിരിക്കുന്ന ബേസിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു കൂട്ടും കൂടിയിട്ട് ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ ഒരു രീതിയിൽ മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാടിട്ട് ഇളക്കരുത്. ഇളക്കി കഴിഞ്ഞാൽ പത വന്ന് കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം വാങ്ങി വെച്ചിട്ട് അതിലേക്ക് ഫ്രാഗ്രൻസ് ഓയിലാണ് കേട്ടോ ചേർക്കുന്നത്. നമ്മളിപ്പോൾ സോപ്പിന് സ്മെല്ല് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രാഗ്രൻസ് ഓയിൽ ചേർക്കാവുന്നതാണ്. ഇനി സ്മെല്ലൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഫ്രാഗ്രൻസ് കൂടെ ചേർത്തിട്ടുണ്ട്. നമുക്ക് 1 കിലോ ബേസിലേക്ക് 20 മുതൽ 25 വരെ ഫ്രാഗ്രൻസ് ചേർക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ മേടിക്കുന്ന ഫ്രാഗ്രൻസ് റേറ്റ് ഇതൊക്കെ അനുസരിച്ച് ചേർക്കുന്ന അളവിലും വ്യത്യാസം വരും കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് സാൻഡലിൻ്റെ ഫ്രാഗ്രൻസ് ആണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. ഫ്രാഗ്രൻസ് കൂടെ ചേർത്തിട്ട് നമ്മുടെ ഈ ഒരു മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. റെക്ടാങ്കിൾ ടൈപ്പ് മോൾഡാണ്. ഈ ഒരു മോൾഡ് ഞാൻ ചൂസ് ചെയ്യൽ വളരെ കുറവാണ് കേട്ടോ. മെയിനായിട്ട് ഞാൻ കൂടുതൽ വീഡിയോസിലും ഓവൽ ടൈപ്പ് ആ ഒരു മോൾഡിലാണ് ചെയ്യാറ്. ഇത് അങ്ങനെ മോൾഡിൽ ആ ഒരു മിക്സ് ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിൽ മുകളിലുള്ള ഒരു പത കളയാനായിട്ട് റബ്ബിങ് ആൽക്കഹോളും കൂടെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് മുകളിലുള്ള പത റിമൂവ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ജസ്റ്റ് റബ്ബിങ് ആൽക്കഹോളും കൂടെ സ്പ്രേ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഏകദേശം ഒരു 3 മണിക്കൂർ സെറ്റാവാനായിട്ട് വെക്കുന്നുണ്ട്. 3 മണിക്കൂറൊന്നും വേണ്ട, അതിനുള്ളിൽ തന്നെ സെറ്റായി കിട്ടും കേട്ടോ. നമ്മളെടുക്കുന്ന ബേസൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. അപ്പോൾ എന്തായാലും ഞാനൊരു 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് അൺമോൾഡ് ചെയ്യുന്നുള്ളൂ. അതുപോലെ റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതിയാകും. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. അപ്പോൾ ഇനി ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം.
അങ്ങനെ ദേ നമ്മുടെ സോപ്പൊക്കെ നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട്. ഏകദേശം ഒരു 3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓരോ സോപ്പും അൺമോൾഡ് ചെയ്ത് നോക്കാം. നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയോ, സോപ്പിന് കട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കാം കേട്ടോ. ഒരുപാട് പേര് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെറിയ രീതിയിലെങ്കിലും വരുമാനം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകാം. പലരും പല രീതിയിലുള്ള ബിസിനസ്സൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സോപ്പൊക്കെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെടുക്കുന്ന മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. അതുപോലെ തന്നെ എടുക്കുന്ന ബേസ്, അതിൽ ചേർക്കുന്ന ഓരോ ഐറ്റംസും നല്ല ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റായിട്ട് നമ്മൾ ചെയ്യുന്ന സോപ്പ് നല്ല രീതിയിൽ പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ. കുറേ പേര് ചോദിക്കാറുണ്ട്, സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പെട്ടെന്ന് അലിഞ്ഞു പോണ്, അതുപോലെ തന്നെ പെട്ടെന്ന് പൊടിഞ്ഞു പോണ പ്രശ്നം എന്ന കാര്യം പറയാറുണ്ട്, പതയില്ലെന്ന് പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളെടുക്കുന്ന ബേസൊക്കെ നോക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സോപ്പ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ സോപ്പൊക്കെ നമ്മൾ അൺമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പെർഫെക്റ്റായിട്ട് ഓരോ സോപ്പും കിട്ടിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ കസ്തൂരി മഞ്ഞളിൻ്റെ സോപ്പ് വരുന്നത്. സോപ്പൊക്കെ അൺമോൾഡ് ചെയ്തതിന് ശേഷം പിന്നത്തെ പരിപാടി എന്ന് പറയുന്നത് അതിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കലാണ്. അപ്പോൾ ഓരോ സോപ്പിൻ്റെ വെയിറ്റും കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ pH നോക്കുക എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ എന്ത് പ്രൊഡക്റ്റ് ചെയ്താലും അതിൻ്റെ pH ഒക്കെ നോക്കിയിട്ട് വേണം കേട്ടോ യൂസ് ആക്കാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ pHൻ്റെ സ്ട്രിപ്സ് എടുത്തിട്ടുണ്ട്. ഒരു സോപ്പും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു സോപ്പിൻ്റെ മുകളിലേക്ക് കുറച്ച് വെള്ളം ഇറ്റിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് പതപ്പിച്ച് കൊടുക്കുന്നുണ്ട്. പതപ്പിച്ചതിന് ശേഷം ആ ഒരു pHൻ്റെ സ്ട്രിപ്സ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് അപ്പുറം ഇപ്പുറം തിരിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കളറ് ചേഞ്ച് വരുന്നത് കാണാം. ആ ഒരു കളർ ചേഞ്ച് വെച്ചിട്ട് നമ്മുടെ ഒരു pHൻ്റെ സ്ട്രിപ്സിൻ്റെ ബുക്ക് ഉണ്ടല്ലോ, ആ ഒരു ബുക്കിൽ നോക്കിയിട്ട് നമുക്ക് നോക്കാവുന്നതാണ്. pH കൂടുതലാണോ കുറവാണോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ എന്നുള്ളത്. അങ്ങനത്തെ നമ്മുടെ pHൻ്റെ സ്ട്രിപ്സിൽ കളർ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതവിടെ കുറച്ച് നേരം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ നേരം കൊണ്ട് ബാക്കി ഒരു 4 സോപ്പ് ഇരിക്കുന്നുണ്ടല്ലോ, അത് നമ്മളൊന്ന് കവർ ചെയ്ത് വെക്കുകയാണേ. ഇത് ക്ലിങ് ഫിലിം ഉപയോഗിച്ചാണ് കവർ ചെയ്യുന്നത്. നമ്മൾ ഏത് രീതിയിലാണോ കവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോഴും ക്ലിങ് ഫിലിം ഉപയോഗിച്ചാണ് കവർ ചെയ്യാറ്. ഈ ഒരു രീതിയിൽ കവർ ചെയ്തിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവറിലോട്ട് പാക്ക് ചെയ്യാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഇത് നമ്മൾ ഇതേ രീതിയിലാണ് കവർ ചെയ്ത് വെക്കൽ. ക്ലിങ് ഫിലിം ഉപയോഗിച്ചത് 4 സോപ്പ് നമ്മളങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സോപ്പ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ pH നോക്കാനായിട്ട്. അങ്ങനെ ഒരു pHൻ്റെ സ്ട്രിപ്സ് കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കളറിൽ ഈ ഒരു ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് ആ ഒരു pH സ്ട്രിപ്സിൽ ബുക്കായിട്ട് നോക്കാം കേട്ടോ എങ്ങനെയാണ് കിട്ടിയേക്കണേന്നുള്ളത്. അപ്പോൾ അത് നമ്മുടെ pH സ്ട്രിപ്സിൻ്റെ കളർ വന്നിരിക്കുന്നത് 7 ആണോയെന്ന് വെച്ചാൽ 7ൻ്റെ അത്രക്ക് കളറില്ല കേട്ടോ. അതിനേക്കാളും കുറച്ച് കളർ കുറവാണ് വന്നിരിക്കുന്നത്. ഈ ഒരു രീതിയിലാണ് കളർ കിട്ടിയിരിക്കുന്നത് കേട്ടോ. എന്തായാലും നമുക്ക് സോപ്പ് യൂസ് ആക്കാനായിട്ട് സേഫാണ്. പിന്നെ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാകും സോപ്പിന് പത ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ അതും കൂടെ കൂട്ടിയിട്ട് കാണിക്കുന്നുണ്ട്. നമ്മൾ കുറച്ചെടുത്ത് കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ തന്നെ കണ്ടോളൂ, സോപ്പിൻ്റെ പതയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം പതയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ കസ്തൂരി മഞ്ഞളുടെ സോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ സോപ്പ് മെഷർമെൻറ്റും കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ pH, സോപ്പിൻ്റെ പതയും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയും സോപ്പ് ഉണ്ടാക്കാനായിട്ട് അറിയില്ല എന്ന് പറയുന്ന കൂട്ടുകാർ, അല്ലെങ്കിൽ ചെയ്ത് നോക്കണം എന്നുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മെഷർമെൻറ്റ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു കസ്തൂരി മഞ്ഞൾ സോപ്പ് മേക്ക് ചെയ്യണ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ, ഇനിയും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടാതെ തന്നെ ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് സോപ്പ് മേക്കിങ്ങിനുള്ള മെറ്റീരിയൽസ്, ലിപ് ബാമിൻ്റെ മെറ്റീരിയൽസൊക്കെ വേണമെന്നുണ്ടെങ്കിലും മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. കോള് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല കേട്ടോ. നമ്മൾ മെയിനായിട്ടും പോസ്റ്റ് വഴിയും അതുപോലെ തന്നെ DTDC വഴിയാണ് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.